അയോധ്യാകാന്ഡത്തിൽ ശരിക്ക് ആരണ്യത്തിൽ പ്രവേശിച്ച ശ്രീരാമ ഭരത ലക്ഷ്മണന്മാർ കാണാനായിട്ട് ഭരതൻ ശരിക്കും അവിടെ എത്തി. പക്ഷേ ആ എത്തിയ സമയമെന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇനിയും ആളുകൾ ഓടി അവിടേക്ക് തന്നെ വരും എന്നുള്ള ആ ചിന്ത ഉള്ളതുകൊണ്ട് വേഗം തന്നെ ശ്രീരാമൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ആരണ്യത്തിലേക്ക് പ്രവേശിച്ച് അത്രിമുനിയുടെ ആശ്രമത്തിലാണ് എത്തിയത്. അത്രിമുനിയുടെ ആശ്രമത്തിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അവിടുന്ന് അതിരാവിലെ കുളിച്ച് നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച ശേഷം ശ്രീരാമ ലക്ഷ്മണന്മാർ അവിടെ നിന്നും ആരണ്യത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പറയുകയാണ്, ആ പറയുന്ന സമയത്ത് അത്രിമുനിയോട് പറഞ്ഞു, അതായത് ബ്രഹ്മാവിൻ്റെ വീരപുത്ര, എനിക്ക് എന്തൊക്കെയാ കാട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്, എനിക്ക് ഈ വഴിയൊക്കെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം, അതിന് ശിഷ്യന്മാരെ വിടണം എന്ന് പറയാണ്. അപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ നായകനായ അങ്ങ് എന്നോട് ചോദിക്കുകയാണോ? എങ്കിലും വേണ്ടില്ല, അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ അത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ പറഞ്ഞ് വിട്ടു. അതിന് ശിഷ്യന്മാർ പോയി അവിടെ പോയി വഴിയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തോണി കടക്കേണ്ടതായ ഒരു നദി ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ നദി കടക്കേണ്ടത്? അത് ഒന്ന് പറഞ്ഞു തരണം. വേണ്ട, അതിന് എന്തിനാണ് രാജാവ് പേടിക്കുന്നത്? അങ്ങ് ഇതൊന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾക്കിത് നല്ല പരിചയമുള്ളതാണ്, ഞാൻ നോക്കി ഇപ്പം തന്നെ തോണി ഞാൻ കടത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുനി ശ്രേഷ്ഠന്മാർ അവരെ തോണി കടത്തി അപ്പുറത്തേക്ക് കടത്തി. കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അതെ ലക്ഷ്മണ, നീ നോക്കിക്കോ, അതായത് ഇവിടെ ഭയങ്കരമായ ക്രൂര ജന്തുക്കളും കാട്ടിലേക്ക് കടക്കുകയാണ്, ഇവരേതായാലും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം, നീ വില്ല് കൊലച്ച് നിർത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് നടന്നു. അതിന് ശേഷം ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. ബാലികേ ശുഗകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടോ മടിയാതെ നീലനീരദനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജാതലോചനൻ നാരായണൻ നീലലോഹിതാസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളിച്ചൊന്നാൾ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലസീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാജല മകളോടരുൾ ചെയ്തിടിനാൻ, ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയനേകൻ അവ്യയനഭിരാമൻ ആ ശ്രീ അത്രിതാപസ പ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം.